മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് നഗരത്തിൽ യാത്രാ ദുരിതത്തിന് കാരണമാകുന്ന ചെറുവണ്ണൂരിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്നു. 59 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. തൂണുകളുടെ പൈലിംഗ് പൂർത്തിയായതോടെ ഗർഡറുകൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് പദ്ധതി ഇപ്പോൾ. ദക്ഷിണ മലബാറിനെ കോഴിക്കോട് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പഴയ ദേശീയപാതയിലെ പ്രധാന തടസ്സമായിരുന്നു ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക്. ഇതിന് പരിഹാരമായാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി ആധുനിക നിലവാരത്തിലുള്ള ഈ 4 വരി മേൽപ്പാലം നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പതിനഞ്ച് തൂണുകളുടെ പൈലിംഗ് ജോലികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. 59 കോടി രൂപയാണ് പാലം നിർമ്മിക്കുന്നതിനായി ചെലവഴിക്കുന്നത്. അതിൽ 30 കോടി രൂപ ചെലവഴിച്ചാണ് പാലത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുത്തത്. പാലത്തിനൊപ്പം തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും ആധുനിക രീതിയിലുള്ള ഓടകളുടെയും കേബിൾ ചാലുകളുടെയും പ്രവൃത്തിയും നടക്കുന്നുണ്ട്. നിലവിൽ ഇരുവശങ്ങളിലുമുള്ള താൽക്കാലിക സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ അനുഭവപ്പെടുന്ന താൽക്കാലിക ബുദ്ധിമുട്ടുകൾ പാലം വരുന്നതോടെ മാറുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും. വളരെ കാലം മുമ്പ് ആവശ്യപ്പെട്ടാണ് ഇവിടെ ഓവർ ബ്രിഡ്ജ് വേണമെന്നുള്ളത്. കാരണം 2 ഭാഗത്തുനിന്നും വരുന്ന ബേപ്പൂർ ഭാഗത്തുനിന്നും കൊളത്തറ ഭാഗത്തുനിന്നും വരുന്ന റോഡുകൾ ചെറുവണ്ണൂർ ജംഗ്ഷനിൽ വന്നിട്ട് ഏത് ദിവസവും അത് ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഓവർ ബ്രിഡ്ജ് വേണമെന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവും, അത് ഭാവിയിൽ അത് തീരും എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. ഇതിന്റെ വരവോടുകൂടി പരിഹാരം ഉണ്ടായിക്കൂടെ ഇല്ല ഉണ്ടാവും. പക്ഷെ വേറെ അഭിപ്രായം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത്ര വലിയൊരു പാലാണ് വരുന്നത്. ഇപ്പൊ ഇത്രയും സ്ഥലം ആദ്യം റോഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാലത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു. പാലം വരുന്നതോടെ നഗരത്തിലെ ഗതാഗതം കൂടുതൽ സുഗമമാകും. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചെറുവണ്ണൂർ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നത്. പൈലിംഗ് ജോലികൾ പൂർത്തിയാക്കി ഗാർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങുന്നതോടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, കോഴിക്കോട്.